ആധുനിക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ലീഗാണ് സൗദി അറേബ്യൻ ലീഗ്. ഇതിഹാസ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മർ ജൂനിയറും നിരവധി യൂറോപ്യൻ താരങ്ങളുമാണ് ഇപ്പോൾ ആ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി വളരെ വലിയ നേട്ടമാണ് ഇതിലൂടെ ഓരോ താരങ്ങളും നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇവിടെ വ്യത്യസ്തമാകുന്നത് അർജൻറ്റീന നാഷണൽ ടീമിലെ ചില താരങ്ങളാണ്. നിരവധി വമ്പൻ ഓഫറുകളാണ് അർജൻറ്റീന ടീമിലെ ചില താരങ്ങൾക്ക് സൗദി അറേബ്യയിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷേ ആരെയും മോഹിപ്പിക്കുന്ന സൗദി അറേബ്യയിലെ ഓഫറുകളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള ലീഗിൽ തുടരുകയാണ് അർജൻറ്റീനയിലെ ചില താരങ്ങൾ. ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം PSG-യിൽ നിന്ന് പോന്നപ്പോൾ അർജൻറ്റീന താരത്തിന് സൗദി അറേബ്യയിൽ നിന്ന് ലഭിച്ചത് വലിയൊരു ഓഫറായിരുന്നു. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ തുകയായി മാറേണ്ട ആ ഡീല് ലയണൽ മെസ്സി ഇന്റർ മിയാമിയിലേക്ക് പോയതോടുകൂടി അവസാനിക്കുകയായിരുന്നു. പിന്നീട് വന്നിരിക്കുന്നത് എമിലിയാനോ മാർട്ടിനസ് എന്ന ആസ്റ്റൺ വില്ലയുടെ ഗോൾ കീപ്പർക്കായിരുന്നു. പരഡേസിനും കുട്ടി റൊമേറോയ്ക്കും ഏഞ്ചൽ ഡി മരിയ എന്ന താരത്തിനുമെല്ലാം സൗദി അറേബ്യയിൽ നിന്ന് വമ്പൻ ഓഫറുകളുണ്ടായിരുന്നു. ലാട്ടൂറോ മാർട്ടിനസിനും അവിടെ നിന്ന് വലിയൊരു ഓഫർ വന്നിരുന്നു. ഏകദേശം തൻ്റെ കരിയറിൻ്റെ അവസാനത്തേക്ക് എടുക്കുന്ന നിക്കോളാസ് ഓട്ടോമെറ്റിക്കും വലിയൊരു ഓഫർ തന്നെ സൗദി അറേബ്യയിൽ നിന്നുണ്ടായിരുന്നു. റോഡ്രിഗോ ഡി പോൾ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരമായ അദ്ദേഹത്തിനും സൗദിയിൽ നിന്ന് വലിയൊരു ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസാനത്തെ ഓഫർ വന്നിരിക്കുന്നത് പൗളോ ഡിബാല എന്ന താരത്തിനാണ്. അദ്ദേഹവും സൗദി അറേബ്യയിൽ നിന്നുള്ള 60 മില്യൺ തുകയുടെ ഓഫറും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ റോമയിൽ തുടരുന്നു. അതേ വമ്പൻ ഓഫറുകൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അർജൻറ്റീന നാഷണൽ ടീമിലെ താരങ്ങൾ ഇവിടെ വ്യത്യസ്തരാവുകയാണ്.